മുടി വെട്ടിയിട്ട് 8ന്റെ പണി കിട്ടി വീണ്ടും ഒരു 100 രൂപ കൊണ്ട് കളഞ്ഞ് മുടി വെട്ടേണ്ടി വന്ന ഗതികേടാണ്. രാവിലെ തന്നെ തെങ്ങ് നമുക്കുമായി ഒരുക്കി വെച്ചിരിക്കുന്ന പണി തീരുമാനമാക്കാൻ വേണ്ടി നമ്മളെന്തായാലും സ്പോട്ടിലേക്ക് ഇറങ്ങി. തെങ്ങൊരെണ്ണം സൈഡിൽ നിൽപ്പുള്ളതുകൊണ്ട് തന്നെ വീട്ടിലത്തെ ഓട് പൊട്ടുന്ന കാര്യത്തിൽ ഒടുക്കത്തെ ഡിമാൻഡാണ്. മച്ചാമാരെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ മാച്ച് സപ്പോർട്ട് ചെയ്തേക്കാം. ഇപ്രാവശ്യത്തെ തെങ്ങിന്റെ സംഭാവന കൊണ്ട് എന്തായാലും നമ്മുടെ 3000 രൂപ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ആശാൻ എന്തായാലും ഇനിയുള്ളത് പൊട്ടിക്കണതിന് മുമ്പ് നമ്മളെന്തായാലും നല്ലതൊക്കെ എടുത്തു മാറ്റി. ഓടെന്തായാലും ഈ പരിവായിട്ടുണ്ട്. ഓടിട്ട സമയത്ത് വല്ല ഷീറ്റ് വല്ല ഇട്ടാൽ മതിയായിരുന്നു. ചിലതൊക്കെ പൊട്ടിച്ചെങ്കിലും നന്ദിയുള്ള തെങ്ങെന്തായാലും നമുക്കെന്തായാലും കുറച്ചോട് മര്യാദയ്ക്ക് തന്നിട്ടുണ്ട്. അനിയനെന്തായാലും ഒടുക്കത്തെ അഭ്യാസമൊക്കെ കാണിച്ചാണ് ഓർഡർ എടുക്കണത്. താഴെ വീഴാതിരുന്ന ഭാഗ്യം. അച്ഛന് തെങ്ങ് എവിടെയാണ് തേങ്ങ വീഴുന്നതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതേപോലെയാണ് നമ്മളോട് പറഞ്ഞത്. അമ്മ എന്തായാലും അപ്പം പറയുന്നതുകൊണ്ട് തന്നെ മിണ്ടാതെ നിൽക്കുകയാണ്. എന്തു പറയാനാ, നമ്മളെന്തായാലും നിലവിൽ പൊട്ടാത്ത ഓടിനെ പൊട്ടാതിരിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെച്ചോണ്ടിരിക്കുകയാണ്. അനിയൻ എന്തായാലും പാത്തിയാക്കി വൃത്തിയാക്കി ഒരു പരിമമായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒന്നെങ്കിൽ ഓട് മൊത്തം മാറ്റണം, അല്ലെങ്കിൽ അധികം വൈകാതെ തെങ്ങ് മുറിച്ച് മാറ്റേണ്ടി വരും. ഇതിലേതെങ്കിലും ഒരു കാര്യം അധികം വൈകാതെ നടക്കും, അതുറപ്പ്. ഇവനാണ് നമുക്ക് പണി മേടിച്ചു തന്ന ഐറ്റം. വീട്ടിലത്തെ ഓടിന്റെ കാര്യമൊക്കെ തീരുമാനമാക്കി നമ്മളെന്തായാലും മുടിവെട്ടാൻ നേരെ വെച്ച് പിടിച്ചു. അച്ഛന് മുടിവെട്ടാനായിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും നടക്കേണ്ടി വന്നില്ല. ഇറങ്ങിയപ്പോൾ തന്നെ മഴയായതുകൊണ്ട് നല്ല ഐശ്വര്യം തന്നെയായിരുന്നു. നമ്മളെപ്പോഴും മുടിവെട്ടാൻ പോയാലും വീട്ടിൽ ചെല്ലുമ്പോൾ വീണ്ടും മുടിവെട്ടാൻ പോകുന്നുള്ള കാര്യം അത് ഉറപ്പാണ്. അച്ഛൻ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരുപടി മുമ്പിലായതുകൊണ്ട് അച്ഛന്റെ വണ്ടിയിൽ പുറകെ ഇരിക്കണതാണ് എന്തായാലും ഹെൽമെറ്റ് വെക്കണം, അല്ലെങ്കിൽ അച്ഛന്റെ വണ്ടി പുറകെ കയറാൻ പറ്റിയെന്ന് വരില്ല. വീട്ടിലെ പൂച്ചയ്ക്ക് പോലും അച്ഛന്റെ വണ്ടിയേക്കാളും വേഗതയുണ്ട്. അതാണ് അച്ഛന്റെ ഡ്രൈവിംഗിന്റെ പ്രത്യേകത. ഹെൽമെറ്റ് വെച്ചപ്പോൾ എന്നെ കാണാൻ ആദ്യമായി ചന്ദ്രനിൽ കാല് കുത്തിയ നീല സ്ട്രോങ്ങിന്റെ മാസ്ക് പോലെ ഉണ്ടായിരുന്നു. മുടിവെട്ടാൻ കാര്യമായിട്ട് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം തന്നെ ആദ്യമേ ചാടിക്കുക. ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള അനൂപിയേട്ടൻ എന്തായാലും അപ്പന്റെ മുടി സെറ്റ് ആക്കുന്നു. എന്താ ഹെയർ കട്ട്, പുതിയ ടൈപ്പ് ഹെയർ കട്ട് ഒക്കെ സെറ്റ് ആക്കാന്ന് പറയുമ്പോൾ അപ്പം കേൾക്കത്തില്ല. അപ്പൻ എന്തായാലും പഴയ ഹെയർ കട്ട് തന്നെയാണ് ഇഷ്ടം. പുറത്തെന്തായാലും നല്ലൊരു മഴ തന്നെ നടക്കുന്നുണ്ട്. അപ്പന്റെ മുടി വെട്ടി കഴിഞ്ഞിട്ട് വേണം എന്റെ മുടി സെറ്റ് ആക്കാൻ. ചേട്ടന്റെ കയ്യിൽ ബ്ലേഡ് തൊട്ട് കത്രിക വരെ മുടി വെട്ടാനായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. മുടി വെട്ടി കഴിഞ്ഞപ്പോൾ അപ്പനെ കാണാൻ നല്ല സെറ്റ് ആയിട്ടുണ്ട്. നമ്മളെന്തായാലും നീല സ്ട്രോങ്ങിന്റെ മാസ്ക് ഇട്ട് സ്ഥലം വിട്ടു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.